സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, നമ്മൾ ഈ സ്വർണ്ണ വില ഇങ്ങനെ 1 ലക്ഷം കടന്നപ്പോഴൊക്കെയും ഒരു പ്രതീക്ഷ ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ആദ്യം ഈ സ്വർണ്ണ വില 1 ലക്ഷത്തിലേക്ക് കടന്നുവെങ്കിൽ പോലും അത് വീണ്ടും തിരികെ ഇറങ്ങി 99,000-ലേക്കും 98,000-ലേക്കും ഒക്കെ എത്തിയിരുന്നു. അതൊരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ വീണ്ടും സ്വർണം കുതിച്ച് 1 ലക്ഷത്തിന് മേലെ എത്തി. ഇപ്പോൾ ദിനംപ്രതി ഇങ്ങനെ സ്വർണത്തിന് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 1,04,000 കടന്നിട്ടുണ്ട്. ഈ സ്വർണത്തിന്റെ വിലയുടെ പോക്ക് ഇത് എങ്ങോട്ടാണ്? സ്വർണത്തിന്റെ വില ആർക്കും പിടിതരാത്തവണ്ണം മുന്നോട്ട് കുതിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പോലും ഇന്ന് രാവിലെ മുതൽ ഇതിന്റെ ഔൺസ് റേറ്റിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ പ്രകാരം രാവിലെ ഇന്നലെ ഉണ്ടായിരുന്ന 24 ക്യാരറ്റിന്റെ വിലയേക്കാൾ ഇന്ന് ഏകദേശം 50 രൂപയോളം കുറവാണ് രേഖപ്പെടുന്നത്. ഇന്നലെ ഈ വിലയേക്കാൾ സ്വർണ്ണവിലയ്ക്ക് 35 രൂപ കുറവുണ്ടായിരുന്നപ്പോൾ പോലും ഈ നിലവിലുണ്ടായിരുന്ന വിലയേക്കാൾ ഏകദേശം 50-ലധികം രൂപ കൂടുതലായിരുന്നു 24 ക്യാരറ്റിന് വില രേഖപ്പെടുത്തിയിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം കാണിക്കുന്നത് വീണ്ടും വില കുറയുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോ നമുക്ക് വലിയൊരു വർധനവിലേക്ക് ഇനിയും പോവും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പൊ നിലവിൽ നിലനിൽക്കുന്നില്ല. സ്വർണ്ണവില ഇനി വലിയ രീതിയിൽ കുതിക്കാൻ സാധ്യതയില്ലെന്നാണോ താങ്കൾ പറയുന്നത്? നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ എന്തെങ്കിലും പ്രത്യേകമായ മാറ്റങ്ങൾ വിപണിയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സ്വർണ്ണ വില കൂടുതലായി വലിയൊരു കുതിപ്പിലേക്ക് പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ നിലവിലുള്ള നിലവാരത്തിൽ നിന്ന് ഒരല്പം താഴേക്ക് പോകാൻ ഇറങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പൊ വരെയുള്ള മാർക്കറ്റിലെ സ്റ്റഡി വെച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എപ്പോ വേണേലും മാറി മറിയാം. ഒരുപക്ഷെ വൈകിട്ട് ഉണ്ടാകുന്ന മാർക്കറ്റിലെ ചേഞ്ചുകൾ ഒക്കെ ഒരുപക്ഷെ തിരിച്ച് വില ഉയർത്താൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നിലവിലെ ഒരു മാർക്കറ്റ് സ്റ്റഡി വെച്ചുള്ള വിലയിരുത്തലാണ് നടത്തുന്നത്. സ്വർണ്ണവിലയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാൽ പോലും അതൊരു 90,000-ലേക്കെങ്കിലും എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? ആ ഒരു സാധ്യത നിലവിലില്ല. നിലവിൽ ചെറിയ തോതിലുള്ള ഇടിവുകൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. വലിയ ഒരു ഇടിവിലേക്ക് സ്വർണ്ണവില പൂത്താനുള്ള സാധ്യത കാണുന്നത് എന്താണ്? നിലവിലെ സ്ഥിതി അനുസരിച്ച് 1 ലക്ഷത്തിന് മുകളിൽ തന്നെ കുറച്ച് നാളൊക്കെ ഇവിടെ നിലനിൽക്കും എന്നുള്ള സാധ്യതയാണ് കാണുന്നത്. അതെ, ഈ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഈ ആളുകളുടെ ഈ 1,04,000-ലേക്കൊക്കെ സ്വർണ്ണവില കടന്നപ്പോൾ ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇനി സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ഘടകമായി മാറിയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലെ ഈ ജുവലറികളിലെ സ്വർണ്ണ വ്യാപാരം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജുവലറിയുടെ സ്വർണ്ണ വ്യാപാരം മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത്. ആ ഒരു ഇതിൽ ഇതുവരെയും നിലവിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ മുൻ വർഷങ്ങളിൽ ഈ സമയത്തുണ്ടായിരുന്ന ബിസിനസ്സുകളെ അപേക്ഷിച്ച് വളരെ ഗണ്യമായ കുറവ് തന്നെയാണ് സ്വർണ്ണ വിപണിയിൽ, സ്വർണ്ണ കടകളിലൊക്കെ വ്യാപാരം നടക്കുന്നതിൽ മനസ്സിലാക്കുന്നത്. വളരെ കുറഞ്ഞ രീതിയിലാണ് വ്യാപാരം നടക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണ മേഖലയെ അതായത് ജുവലറികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു തിരിച്ചടി തന്നെയല്ലേ ഇത്തരത്തിൽ ഈ വേണ്ട രീതിയിലൊരു ബിസിനസ് നടക്കാതെ വരുന്നത്? അതായത് സ്വർണ്ണ ബിസിനസ് കുറയുന്നത് സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വർണ്ണ കടയുടമകളെ സംബന്ധിച്ച് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും വലിയൊരു വിലയിൽ ഒരു കുതിപ്പുണ്ടാകുമ്പോൾ ആളുകളുടെ പർച്ചേസിംഗ് പവറിലും ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആളുകളുടെ ആവശ്യമായി വാങ്ങേണ്ട സ്വർണത്തിന്റെ അളവുകൾ അവർ നിർണയിക്കുന്നത്, മേടിക്കുന്ന അളവ് കുറയ്ക്കുന്നത്, ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം വാങ്ങുന്ന തരത്തിലേക്കൊക്കെ ആളുകളുടെ മാറി ചിന്തിക്കലുകളൊക്കെ ഈ ഒരു ആളുകൾ ജുവലറികളിലെ കച്ചവടത്തിന്റെ കുറവിന് ഇടയാക്കിയിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനായി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.